തങ്കോളിയാ താന്നുകൊള്ളുക, ഒന്നെങ്കിൽ ഹെൽമെറ്റ് വെച്ചിട്ടിരിക്കണം, അതല്ലെങ്കിൽ താന്നിരുന്നതാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന മൺട്രോ ഐലൻഡ് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം മുമ്പ് നമ്മളോട് വരുമ്പോഴത്തേക്ക് ഇവിടെ ടൂറിസം ഒക്കെ വളരെ തുച്ഛമായിട്ടുള്ള തോതിലാണ്. എന്നാൽ ഇപ്പം വളരെ നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഇവൻ സീസൺ അല്ലാഞ്ഞിട്ട് ഒരുപാട് ആളുകളാണ് ഇപ്പം മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാരണം വേറൊന്നുമല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ അറിയാനും വേണ്ടി പറ്റുന്നുണ്ട്. എന്ത് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളതായിരുന്നു. അല്ലെ, നമ്മളെ ഈ ട്രിപ്പിനെ കുറിച്ചൊക്കെ 2 അഭിപ്രായങ്ങളെല്ലാം പറയണേ. ഓക്കെ, ട്രിപ്പിനെ കുറിച്ച് ഞങ്ങൾ സഹപാഠികൾ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ഒത്തുകൂടുകയും അങ്ങനെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും വല്ലപ്പോഴും ഒക്കെ ഒത്തുകൂടുന്ന ഒരു നമ്മള് പണ്ട് കണക്ക് ബോട്ടിനകത്ത് സുന്ദര നിമിഷങ്ങളാണ്. പഴയുള്ള നമ്മുടെ കട്ട്സ് ഇതിനകത്ത് ഇടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ സാഹചര്യം അതിനകത്ത് കണ്ടിട്ടുള്ള വയലേലകളും അവിടുത്തെ ഭംഗിയും എല്ലാം ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന മറ്റൊരു അനുഭൂതിയാണ്. അത് വേറൊരു അനുഭൂതി, ഇത് വേറൊരു അനുഭൂതി. തീർച്ചയായിട്ടും. എന്നാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലേ നമ്മളെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ. ശരിക്കും നമ്മളെ തൊട്ടടുത്ത് തന്നെ ഒരു 5 കിലോമീറ്റർ വെച്ചിട്ടുള്ള തന്നെ ഇത്രയും വലിയൊരു സെറ്റപ്പ് ഒക്കെ ഉള്ളത് നമുക്കൊരു ശരിക്കും ഒന്നൊരു ഭാഗ്യമല്ലേ. കായലിന് കായല്, കടലിന് കടല്, എല്ലാം. അതാണ് നമ്മളെ കടലുണ്ടി അല്ല, പെരുമൺ ദുരന്തത്തെ കുറിച്ച് നമ്മൾ ഓർത്തു പോവുകയാണ്. ശരിക്കും ഇപ്പോഴും വർഷത്തിൽ പെരുമണിൽ അവിടെ ആളുകൾ ഒത്തുകൂടാറുണ്ടല്ലേ, മരിച്ചവരുടെ ബന്ധുക്കളൊക്കെ ഇപ്പോഴും അവരുടെ നടക്കുന്നുണ്ടല്ലേ. എത്ര വർഷമാകുന്നുണ്ടല്ലേ. എന്നിട്ടും അത് ആ ഒരു ഓർമ്മയായിട്ട് അത് നമ്മളെ കൊല്ലം ജില്ലയെ തന്നെ നടക്കിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ പെരുമൺ ദുരന്തം. അതായത് പെരുമൺ ദുരന്തം എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. പണ്ട് അവിടുത്തെ പാലം തകർന്ന ട്രെയിൻ അവിടെ ഉണ്ടായി. അതിന്റെ കാരണം എന്തായിരുന്നു പറഞ്ഞാൽ ചുഴലിയോ പാലത്തിന്റെ ബലക്ഷയം അങ്ങനെ പല ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ചുഴലിക്കാറ്റ് എന്നാണ് നമ്മൾ അവസാനം അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും തൻ്റെതല്ലാത്ത കാരണത്താൽ നമ്മളെ പാലം തകർന്ന് 36 വർഷമാണ്. ആണല്ലേ. ചേട്ടന് കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റി. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഭയങ്കര ദുരന്തം നാടിൽ നടക്കിയിട്ടുള്ള മരിച്ച കണ്ടൽക്കാടുകളാണ്. ഇതാണ് 6 തരമുണ്ട്. അതിനകത്ത് മുന്തിയനാണ് ഇവിടെ വെച്ചിരിക്കുന്നതാണ് ഗവൺമെന്റ് പറഞ്ഞത്. ഓക്കെ, ശരി. കണ്ടൽക്കാടുകളുടെ തന്നെ മുന്തിയ കാടുകളാണ് ഇത്. ശരിക്കും നമ്മൾ കഴിഞ്ഞ കുറച്ചുകൂടെ താന്ന അനുഭവം തോന്നുന്നു. അല്ല, ഇതിന്റെ ഇലകൾക്ക് പ്രത്യേകത വലിയ ഇലയാണ്. ഓക്കെ, വലിയ ഇലയാണ്. ഓക്കെ, എന്തായാലും സംഭവം സൂപ്പർ. ഇത് വെച്ചുപിടിപ്പിച്ചാണോ അത് മുമ്പേ ഉള്ളതാണോ? ഓക്കെ, ഇതൊക്കെ നമ്മുടെ സർക്കാർ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് വെച്ചുപിടിപ്പിച്ചായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നീന്തൽ വിദഗ്ധനുണ്ട്. പുള്ളിക്കാരന് ശരിക്കും നീന്തലൊക്കെ ഭയങ്കര വിദഗ്ധനായതുകൊണ്ട് പുള്ളിക്കാരൻ താഴത്തിനൊക്കെ ഇരുന്ന് സെറ്റിലായിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അന്നേരം നമ്മൾ പെരുമൺ പാലത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അന്നേരം ഈ കാണുന്നതാണ് പെരുമൺ പാലത്തിൻ്റെ പുതിയ പെരുമൺ പാലം. പഴയ തകർന്നു പോയി. അതിനുശേഷം നമ്മളിപ്പോൾ നിർമ്മിച്ച് ട്രെയിനൊക്കെ പോകുന്ന പാലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ കുറച്ചു നേരം വള്ളത്തിൽ യാത്ര ചെയ്തതിനു ശേഷം ഒരു കണ്ടൽക്കാടിലോട്ട് നമ്മൾ വണ്ടി ഒതുക്കിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞ് വള്ളം ഒതുക്കിയിരിക്കുകയാണ്. വള്ളവും വണ്ടിയാണല്ലോ. അവിടെ ഒതുക്കി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. നല്ല സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ കണ്ടൽക്കാടുകളും അതിൻ്റെ ഇലകളും ഒക്കെ നമുക്ക് നല്ല അടുത്ത് കാണാനും വേണ്ടിയൊക്കെ പറ്റുന്നുണ്ട്. കുറച്ച് പൂക്കളൊക്കെ, കണ്ടൽ ചെടികളുടെ പൂക്കളൊക്കെ കാണാനും വേണ്ടി പറ്റുന്നുണ്ട്. വളരെ നല്ലൊരു ശുദ്ധവായുവും ഒരു പ്രത്യേക ഒരു തണുത്ത കാറ്റും ഒക്കെ അങ്ങനെ ആഞ്ഞടിക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു? വേർ ആർ യു കം ഫ്രോം? ഓക്കെ. അവരിങ്ങനെ കയാക്കിംഗ് ഒക്കെ ചെയ്തിങ്ങനെ പോവാണ്. നമ്മളിങ്ങനെ വെള്ളത്തിനകത്ത് അവരുടെ പുറകെ പോകണം. സുഹൃത്തുക്കളെ, എന്നാൽ നമ്മൾ കണ്ടൽ കാടുകളുടെ ഇടയിലുള്ള ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ വെള്ളം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നമ്മൾ എൻജിൻ തവിട് ഓടിക്കും. പക്ഷേ എന്തായാലും നമ്മുടെ ചേട്ടൻ വല്ല പെർഫെക്റ്റ് ആയിട്ട് നടുക്കൂടി ഇങ്ങനെ പയ്യെ മന്ദം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ രസമാണ് നോക്കണേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രി, കേരളത്തിലെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ ശരിക്കും നമുക്ക് ഓർമ്മ വരുന്നതാണ്. എന്നാ പ്യൂറായിട്ടുള്ള വാട്ടർ, അതാണ് തന്നെ എന്നാ കണ്ടൽക്കാട്. ഇപ്പം നമ്മുടെ ഈ അസ്തമയം കഴിഞ്ഞിരിക്കും. ഉദയാസ്തമയം നമുക്ക് സൺസെറ്റ് നമുക്ക് ശരിക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും സൺസെറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളതിലൊന്നും സംതൃപ്തല്ല. അതിനേക്കാളും വലിയ സംതൃപ്തി നമുക്ക് അതാണ്. നമുക്ക് ഇൻവോൾവ് ചെയ്ത സമയമില്ലായിരുന്നു. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മാക്സിമം കവർ ചെയ്യുക എന്നുള്ളതാണ്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ നമ്മളിങ്ങനെ മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അന്നേരം സാമ്രാണിക്കൊടി മാത്രമല്ല, മൺട്രോ തുരുത്ത് നമ്മളെ പ്രേക്ഷകരോടത്ത് നമ്മൾ വീണ്ടും പറയുകയാണ്. മൺട്രോ തുരുത്ത് അന്നേരം നമുക്ക് കായലിനകത്ത് ഇറങ്ങി ഇങ്ങനെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാനും വേണ്ടി പറ്റുന്നതാണ്. ചേട്ടാ പേരെന്താ? രതീഷ് ചേട്ടൻ അന്നേരം ഇവിടെ നമ്മളിവിടെ പോകാൻ കൂടിയിട്ടുണ്ട്. ഓക്കെ, അന്നേരം നമ്മളെ വള്ളം എങ്ങനെ
വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കായലിൻ്റെ നടുക്ക് കണ്ടൽക്കാടുകളുടെയൊക്കെ ഇടയിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഇറങ്ങുന്നില്ലേ തങ്കു? ഇറങ്ങിക്കോ, ചാട് ചാട്. അതാണ് ഞങ്ങളെ വിശാഖ കല്ലടത്താറുണ്ട്, ഡയറക്ടർ വിശാഖ കല്ലടത്താരങ്ങനെ വെള്ളത്തിലോട്ട് ചാടിയിരിക്കുകയാണ്. ഞാൻ ഇത് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും എന്തായാലും നമ്മൾ ചെയ്തിരിക്കുകയാണ്. നിന്ന് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഇവിടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അന്നേരം എല്ലാവരുടെയും ഒരു വിചാരമാണ് കായലിലെ നടക്കണം, നമുക്ക് സാമ്പാടിക്കുഴി വേണം, സാമ്പാടിക്കുഴി വേണം. ഒന്നും പോട്ടെങ്കിൽ മൺട്രോത്തരത്തോട് വന്നാൽ മതി. ഇവിടെ നല്ല ഒന്നാം തരം വെള്ളത്തിനകത്ത് പോകും, യാത്രയും ചെയ്യാം, ഇതും ചെയ്യാം, പിന്നെ തിരക്കുമില്ല അല്ലേ അല്ലേ? അത് തന്നെ പിന്നെ മാത്രമല്ല വളരെ ഒരു സൈലന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും കൂടാണ് ഇവിടെ അല്ലേ? അത് തന്നെ. വളരെ എല്ലാവരും വന്ന് ശാന്തമായിട്ട് നിൽക്കുകയും അവരെല്ലാവരും ഈ നമ്മുടെ ഫീലിങ്സിനെ പറ്റി പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തന്നിട്ടുള്ളത്. എല്ലാ സുഹൃത്തുക്കളും അന്നേരം ഇങ്ങോട്ട് തന്നെ വരിക. അന്നേരം ഏകദേശം 7 മണിയായിരിക്കുന്നു. രാത്രി സൂര്യനൊക്കെ അസ്തമിച്ചതിന് ശേഷം കായലിലോട്ട് ഇങ്ങനെ രാത്രിയുടെ അഗാധത്തെ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗി. നമ്മളുടെ ഈ മൊബൈൽ ക്യാമറയിൽ അത് എത്രമാത്രം കിട്ടുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇതാണ്. ചേട്ടാ പേര് ഞാൻ മറന്നുപോയായിരുന്നു, ചിന്തു ചേട്ടാ. അന്നേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നന്ദിയുണ്ട്. വളരെ നല്ല ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമുള്ള ഒത്തിരി ഓർമ്മകളൊക്കെ സമ്മാനിച്ചിട്ടുള്ള വളരെ വലിയ ഒരു സഹായം തന്നതിന്. പണ്ടൊരു മഹാകവി എല്ലാം ഒരു അത്യന്താധുനിക കവിയുണ്ട്, അനൂപ് വിജയമോഹൻ എഴുതിയിട്ടുള്ള നശ്വമി സന്ധ്യകൾ എന്ന നോവലാണ് ശരിക്കും ഈ സന്ധ്യാനേരം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. നശിക്കാത്ത സന്ധ്യകൾ എന്നും കൊണ്ട് നശിക്കുന്നില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എല്ലാ ഈ ആലിൻ്റെയും തോടിൻ്റെയൊക്കെ ഈ കവലകളിലൊക്കെ ഒത്തുകൂടി സൗഹൃദങ്ങളൊക്കെ ഇങ്ങനെ കൂടിയിരുന്നത്. അതൊക്കെ അങ്ങ് മാറി ഇപ്പം എല്ലാവരും വാട്സപ്പ് യുഗങ്ങളിലോട്ടും നെറ്റിൻ്റെ യുഗത്തിലോട്ടും വീട്ടിലോട്ട് ഒതുങ്ങിക്കൂട്ടിയിട്ടുണ്ട്. പഴയ സൗഹൃദങ്ങളുടെ വില നമ്മളിപ്പം ഒരുപാട് മാറിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അന്നേരവും നമ്മൾ ഈ സന്ധ്യകൾ ആസ്വദിക്കാൻ ഇവിടെ നമ്മൾ സുഹൃത്തുക്കളെ ഒത്തുകൂടാറുണ്ട്. പരുന്തളിയന്മാർ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണ്. നമ്മളെ കണ്ടൽക്കാടിൽ അത് ആവാസ വ്യവസ്ഥയെ എന്തുമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ സുഹൃത്തുക്കളെ, നമ്മളന്നേരം പരുന്തുകളെ ഇങ്ങനെ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ ഈ മരത്തിൻ്റെ മണ്ടയിലിരിക്കുന്നതാണ് പരുന്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൊങ്ങി പറക്കാനൊക്കെ പറ്റും. പക്ഷേ ഇപ്പം രാത്രി ആയതുകൊണ്ട് പുള്ളിക്കാരൻ വന്ന് കൂടണയുകയാണ്. അതും കൃഷ്ണപ്പരുന്ത കേട്ടോ, അത് കൃഷ്ണപ്പരുന്താണ് കേട്ടോ. കൃഷ്ണപ്പരുന്തിനെ കണ്ടാൽ പുണ്യം എന്ന് പറയുന്നത്. അത് പറഞ്ഞു. കുറേ കൗമാരങ്ങളും സൗഹൃദങ്ങളും നമുക്ക് പകർന്നുകൊണ്ട് സ്നേഹോഷ്മളമായ കുറേ നന്ദികളും നമുക്ക് ഒരിക്കലും ചിന്തിക്കാനാവാത്ത കുറേ അനുഭൂതികളും തന്നുകൊണ്ട് എന്തിനീ സന്ധികൾ, എന്തിനീ പുഴകൾ, എന്തിനീ കാടുകൾ അല്ലേ? ഇന്നും നമ്മൾ വിട പറയാനും ഒരുങ്ങുമെങ്കിലും ഇനി ഒരു പകൽ നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ള ഒരു വിസ്ഫോടനത്തിന്റെ പുതിയൊരു സ്പന്ദനത്തിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇനിയും കാത്തിരിക്കാം. സൈൻഡ് ഓഫ് ആണ് ശരിക്കും. പലരും തോന്നുന്നു എന്തോ അടിച്ചിട്ടുള്ളത്, അങ്ങനൊരു സംഭവം ഇല്ല. പുള്ളി നോർമലായിരിക്കുമ്പോഴാണ് ഇത്രയും സാഹിത്യങ്ങൾ വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൺട്രോത്തുരത്ത് ഈ വിനോദസഞ്ചാരത്തിന് വരുന്നവർക്ക് നല്ല ഫ്രഷ് മീൻ, അത് കരിമീനാവട്ടെ സിലോപ്പി ആകട്ടെ ഏത് മീനെന്ന് പറഞ്ഞാൽ ഇവിടെ മീൻ വളത്തിലുണ്ട്. വളരെ ന്യായമായിട്ടുള്ള വിലയിൽ നമ്മളിവിടെ കൊടുക്കുന്നതായിരിക്കും. അതായത് അവരുടെ നമ്പറൂടെ നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ തവണ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്നാണ് മീൻ വാങ്ങിക്കുക. മുമ്പും നമ്മൾ ഇതിനെക്കുറിച്ച് യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്. അന്നേരം എല്ലാ സുഹൃത്തുക്കൾക്കും മീൻ വേണ്ട, ഫ്രഷ് മീനുള്ള പിടയ്ക്കുന്ന മീൻ വേണ്ടുന്നവർക്ക് തീർച്ചയായിട്ടും ഇവരെ സമീപിക്കുന്ന നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നതായിരിക്കും. ഫ്രഷ് മീൻ നമ്മൾ പിടിക്കുകയാണ്. അതായത് ഒരു മീൻ തന്നെ 1.5 കിലോ വെയിറ്റ് വേണം. ഒരു മീൻ എന്ന് പറഞ്ഞാൽ 1.5 കിലോ വെയിറ്റ് വേണമെന്നാണ് പറയുന്നത്. അന്നേരം അത്രയ്ക്ക് നല്ല യമണ്ടൻ സിലോപ്പിയ. സാധാരണ മീൻ വളത്തിൽ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫുഡൊന്നും കൊടുത്തല്ല നമ്മൾ വളർത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കല്ലട ആറ്റിലെ കൊച്ചെറി മീനുകളെയും അവിടുത്തെ പായലുകളൊക്കെ തിന്ന് വളർന്നിട്ടുള്ള നല്ല ഒന്നാം തരം മീനാണ്. ഓക്കെ, നമ്മൾ അടുത്ത് തന്നെ കോരുവാണ്. അത് കിട്ടിയില്ല. മൺട്രോത്തുരത്ത് വരുന്നവർക്ക് ഫ്രഷ് മീൻ വേണമെങ്കിൽ നേരെ പോരുക, ഒരു സംശയം വേണ്ടല്ലേ? ചീപ്പ് ആൻഡ് ഫ്രഷ്.
രണ്ടുപേരും കൈകാണ്. അന്നേരം സുഹൃത്തുക്കളെ നമുക്ക് മീൻ പിടിക്കാൻ സഹായിച്ചിട്ടുള്ള രണ്ട് കുട്ടികളാണ്. മക്കളെ പേര് പറ. ദേവാൻസ്. അന്നേരം രണ്ട് കുട്ടികളാണ് നമുക്ക് മീനൊക്കെ പിടിച്ചു തന്നിട്ടുള്ളത്. അന്നേരം എല്ലാവരും മൺട്രോത്തുരത്ത് വരുന്നവർക്ക്, അതായത് കരിമീൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴം കൂടുന്നവരും കരിമീൻ്റെ ടേസ്റ്റ് കൂടുമെന്നാണ് പറയുന്നത്. അതായത് ലോകത്തിലാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള കരിമീൻ എന്ന് പറയുന്നത് നമ്മുടെ അഷ്ടമുടി ലേക്കിലെ കരിമീനാണ്. അന്നേരം അതിനോട് തൊട്ട് ചേർന്ന് നടക്കുന്ന നല്ല ഫ്രഷ് വാട്ടർ കരിമീൻ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കൊച്ചുമക്കളാണ് നമുക്ക് മീൻ പിടിച്ചു തന്നത്. അന്നേരം എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.